മലയാളികൾക്ക് മുന്നിൽ വ്യത്യസ്തമായ കഥാപശ്ചാത്തലങ്ങളെ പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ബ്ലസ്സി. ബ്ലസ്സിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രങ്ങളിൽ വേറിട്ട കഥ പറയുന്ന ചിത്രമായിരുന്നു പ്രണയം. മോഹൻലാൽ മാത്യൂസ് എന്ന വീൽചെയറിലായ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണയത്തിൽ നായകനായി ആദ്യം തീരുമാനിച്ചത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയോട് കഥയും പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ എന്തുകൊണ്ട് മമ്മൂട്ടിയിൽ നിന്നും ആ ഒരു കഥാപാത്രം മോഹൻലാലിലേക്ക് എത്തിയതെന്നും മാത്യൂസിനെ അവതരിപ്പിക്കുവാൻ മോഹൻലാൽ സ്വയം തയ്യാറായതിനെ കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുകയാണ് ബ്ലസ്സി. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ബ്ലസ്സി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. പളുങ്ക് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്താണ് മമ്മൂക്കയോട് കഥ പറയുന്നതെന്നും ബ്ലസ്സി പറയുകയാണ്. പ്രണയത്തിന്റെ കഥ താൻ മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് മമ്മൂക്കയെ കാണുവാൻ എസ് എൻ സ്വാമിയും ഷാജി കൈലാസും വന്നിട്ടുണ്ടായിരുന്നു. അവരോട് മമ്മൂക്ക പറയുന്നുമുണ്ടായിരുന്നു, ഞാനൊരു വൃദ്ധനായി അഭിനയിക്കുവാൻ പോവുകയാണെന്ന്. അന്ന് താൻ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നില്ല. പക്ഷേ പിന്നീട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ അതിലെ പല ഡയലോഗുകളും വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് അതൊക്കെ കംഫർട്ടബിൾ ആകുമോ എന്ന് ചോദിക്കണമെന്ന് തോന്നിയിരുന്നു. അനുപം ഖേർ ചെയ്ത കഥാപാത്രമായിരുന്നു അന്ന് മമ്മൂട്ടിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്നത്. അച്യുതമേനോൻ എന്ന കഥാപാത്രം. ആ കഥ രൂപപ്പെടുമ്പോൾ അച്യുതമേനോനാണ് അതിലെ പ്രധാന കഥാപാത്രം. മമ്മൂക്കിയോട് കഥ പറയുമ്പോഴും അത് തന്നെയായിരുന്നു പ്രധാന ക്യാരക്ടർ. ഷേവ് ചെയ്യാതിരിക്കുന്നു, കുറ്റിത്താടി, ഈ താടി കാണുന്നതോ എനിക്ക് വിഷമമെന്നൊക്കെ പറയുന്നത് എന്ന ഡയലോഗുകളൊക്കെ വന്നപ്പോൾ എനിക്ക് മമ്മൂട്ടിയോട് വായിച്ചു കേൾപ്പിക്കണമെന്ന് തോന്നിയിരുന്നു. മേക്കപ്പ് അല്ല, റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അത് ചെയ്യണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. കഥ മുഴുവനായിട്ട് കേൾപ്പിക്കാമെന്ന് മമ്മൂക്കയോട് പറയുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ തിരിച്ചു ചോദിച്ചത് അതെന്താണ്, ഞാൻ ആ ക്യാരക്ടർ ചെയ്താൽ ശരിയാകില്ല എന്നതായിരുന്നു. ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നതെന്ന് മമ്മൂക്ക മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വഴക്കുണ്ടാക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ മറുപടി പറഞ്ഞതെന്നും ബ്ലസ്സി പറയുന്നുണ്ട്. വേണു നാഗവള്ളി മരിച്ച ദിവസം അവിടെ പോയി കാറിൽ തിരിച്ചു വരുമ്പോഴാണ് മമ്മൂക്കയോട് കഥ പറയുന്നത്. ഇത് കേട്ടപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഇത് പുതിയൊരാൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ഇങ്ങനെ ഒരാൾ ആരെയെന്ന് കുറേയധികം ചിന്തിച്ചിരുന്നു. അങ്ങനെ പിന്നെ ആദ്യം പോയി സമീപിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ അടുത്താണ്. അദ്ദേഹത്തിന് കഥ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സട്ടിലായിട്ടുള്ള ഒരു അഭിനയം തരുവാൻ എനിക്ക് കഴിയുമോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ആക്ടർ അല്ലല്ലോ താനെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ ഭാഷയും പ്രശ്നമാണല്ലോ. അങ്ങനെ അതും മുന്നോട്ട് പോയില്ല എന്നും ബ്ലസ്സി പറയുന്നുണ്ട്. ആര് ചെയ്യുമെന്ന പിടുത്തവുമില്ലാത്തത് കൊണ്ട് തന്നെ എഴുത്തും മടുപ്പായി തുടങ്ങിയിരുന്നു എന്ന് ബ്ലസ്സി പറയുകയാണ്. ആ ഒരു സമയത്ത് ദുബായിൽ യാത്ര ചെയ്യുമ്പോൾ മോഹൻലാലിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രം വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ കാണുവാനേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ എന്ന്. അന്നേരം അദ്ദേഹം ചോദിച്ചു എന്താണ് പരിപാടിയെന്ന്. അങ്ങനെ അദ്ദേഹത്തോട് ഇതുവരെയുള്ള പ്രണയത്തിന്റെ കഥയും പറഞ്ഞു. അപ്പോഴും അച്യുതമേനോൻ എന്ന കഥാപാത്രം അദ്ദേഹവും ശരിയാകുമോ എന്ന സംശയം മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സംശയം ലാലേട്ടന് മുന്നോട്ട് തന്നെ വെച്ചിരുന്നു. അങ്ങനെ ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഇതിലെ മാത്യൂസിന്റെ ക്യാരക്ടർ താൻ ചെയ്യട്ടെ എന്ന്. അന്നേരം തനിക്ക് വലിയ സന്തോഷമായെന്ന് ബ്ലസ്സി പറയുകയാണ്. അത്ര പ്രസക്തമല്ലാത്ത വീൽചെയറിലായ ഒരു ക്യാരക്ടർ ലാലേട്ടൻ ചെയ്യുമോന്ന് എനിക്ക് ചോദിക്കുവാനും മടിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. ആ സമയം മുതലാണ് മാത്യൂസ് എന്ന കഥാപാത്രം വലുതാകുന്നത് എന്നാണ് ബ്ലസ്സി പറയുന്നത്. അങ്ങനെയാണ് അനുപം ഖേറൊക്കെ ഈ ചിത്രത്തിലേക്ക് വരുന്നത് എന്നും ബ്ലസ്സി പറയുന്നുണ്ട്. 2011 ഓഗസ്റ്റ് 31 ജയപ്രദയും അനുപം ഖേറും നായികന്മാരായി എത്തിയ പ്രണയം എന്ന ചിത്രം റിലീസായത്. മോഹൻലാലും അനൂപ് മേനോനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയ മറ്റു താരങ്ങൾ. ബ്ലസ്സിക്ക് ഈ ചിത്രത്തിലൂടെ 2011 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.